അവർ നിങ്ങളെ അവഗണിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കൂ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, അവർ തീർച്ചയായും നിങ്ങളിലേക്ക് തന്നെ വരും. അതിന് ആദ്യം അവർ നിങ്ങളെ അവഗണിക്കുകയാണ് എന്ന് തിരിച്ചറിയണം. എന്നും എപ്പോഴും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം കുറച്ച് അധികം നേരം നിങ്ങളെ വിളിക്കാതിരുന്നാൽ, കോണ്ടാക്ട് ചെയ്യാതിരുന്നാൽ അത് അവഗണനയല്ല, അവർ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ തിരക്കുകളിൽ പെട്ടുപോകുന്നതാണ്. ഒരു കാരണവുമില്ലാതെ ദിവസങ്ങളോളം അവർ കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാറിക്കളയുകയും ചെയ്യുകയാണെങ്കിൽ അത് അവഗണന തുടങ്ങിയതിന്റെ ലക്ഷണമാണ്. ഇവിടെയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഹാപ്പി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനോ സ്ത്രീയോ അവർ നിങ്ങളെ അവഗണിച്ച് മൈൻഡ് ചെയ്യാതെ ഇരിക്കുമ്പോഴേക്കും നിങ്ങൾ സങ്കടപ്പെട്ട് കരഞ്ഞു കാലു പിടിക്കുന്ന തരത്തിൽ മെസ്സേജ് അയക്കാതിരിക്കുക. സങ്കടത്തിന്റെ സിംബൽ വരുന്ന സ്റ്റാറ്റസ് സ്റ്റോറിയും വെക്കാതിരിക്കുക. കാരണം ഈ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ തീർച്ചയായും അവരും കാണുന്നുണ്ടാകും. അപ്പോൾ അവർ കരുതും, ഞാനില്ലാതെ ആയാൽ നിങ്ങൾക്കൊന്നും ഒരു സന്തോഷവുമില്ല, സങ്കടപ്പെട്ട് കഴിയുകയാണെന്ന്, ദുഃഖത്തിലാണെന്ന്, ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നൊക്കെ. പകരം അയാൾ അവോയ്ഡ് ചെയ്താലും നിങ്ങൾ ഹാപ്പിയായിരുന്നു നോക്ക്, അവർ അത്ഭുതപ്പെടും. ഞാൻ ഇല്ലാത്തതൊന്നും ഇവർക്കൊരു ചുക്കുമില്ല. പിന്നെ അവർ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾ അവർക്ക് മുന്നിൽ സീറോ ആകാതിരിക്കുക. നിങ്ങൾ അവർക്ക് ആവശ്യത്തിലധികം അവൈലബിൾ ആകാതിരിക്കുക. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും കിട്ടും എന്നൊരു തോന്നൽ അവരിൽ വളർത്തിരിക്കുക.